ഇന്ന് നമ്മളൊരു ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ രണ്ട് പാർട്ടായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ടോപ്പായിട്ടും സ്കേർട്ടുമായിട്ടും രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്തിട്ട് ചുരുക്കിട്ട് ഉടുപ്പിക്കുന്ന ഒരു ഫ്രോക്കാണ്. അപ്പോൾ ഇത് ലൈനിങ് ഉപയോഗിക്കുന്നുണ്ട്, കാരണം ഇത് കുറച്ച് ഓർഗൻസ മെറ്റീരിയലാണ്, കുറച്ച് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് നമ്മൾ ലൈനിങ് കൂടെ ചേർത്താണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്കിനി അളവ് കാണിച്ചു തരാം. അപ്പോൾ ഒരു 3-4 വയസ്സുള്ള കുട്ടികളുടെ അളവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ കുട്ടികളുടെ വണ്ണം അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. ഇറക്കം ഓരോ കുട്ടികൾക്കും ഓരോ ഇഷ്ടമായിരിക്കും, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് താഴേക്ക് ഫ്രില്ല് വയ്ക്കുക കൂട്ടുകയും ചെയ്യാം. എങ്കിലും ആവറേജ് ഒരു ശരാശരി അളവാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു 3-4 വയസ്സുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉടുപ്പാണ്. അപ്പോൾ ആദ്യം എൻ്റെ മോൾ ഭാഗം കട്ട് ചെയ്യാം, അതിനുശേഷം നമുക്ക് സ്കേർട്ട് കട്ട് ചെയ്ത് തയ്ക്കുന്നെങ്കിലെന്ന് കാണിച്ചു തരാം. ഇത് ടോപ്പായിട്ട് തയ്ക്കാനുള്ള തുണിയാണ്, അതായത് മുകളിലെ ഭാഗം അതിൻ്റെ ഇറക്കം എടുത്ത് വെച്ചിരിക്കുന്നതാണത്. അപ്പോൾ നമുക്ക് വേണ്ടത് 9 ഇഞ്ചാണ്. അപ്പോൾ 9 ഇഞ്ച് നീളത്തിൽ, അതായത് 9 ഇഞ്ച് ഇറക്കമാണ് നമ്മുടെ കഴുത്ത് മുതൽ നമുക്ക് താഴെ സ്കേർട്ടിന് ചുരുക്കിടുന്ന വരെ വേണ്ടത്. അപ്പോൾ ആ 9 ഇഞ്ച് നീളത്തിൽ തുണി എടുത്തിട്ട് ഇതുപോലെ 4ആക്കി മടക്കണം. തുണി 4ആക്കി മടക്കിയിട്ട് ഇതുപോലെ ഇടണം. ഇതുപോലെ തുണി 4ആക്കി മടക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ള വണ്ണം ഇവിടെ നിന്ന് എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്നത് 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. അതായത് തയ്യൽ തുമ്പ് അടക്കം നമ്മൾ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. 7.5 ഇഞ്ച് ഇങ്ങനെ എടുക്കാം, മുകളിൽ നിന്ന് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ 7.5 ഇഞ്ച്, ഈ 7.5 ഇഞ്ച് എടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. ഈ 7.5-ൽ നിന്ന് ഒരു 1.25 ഇഞ്ച് നമ്മൾ സൈഡിൽ നിന്ന് അടിച്ചു പോകും. അതിൽ കൂടുതൽ കുട്ടികൾക്ക് തയ്യൽ തുമ്പ് അധികം ഇടാറില്ല ഉടുപ്പിന്. അപ്പോൾ ഈ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അതുപോലെ തന്നെ താഴേക്ക് മാർക്ക് ചെയ്യണം. താഴെ 7.5 മാർക്ക് ചെയ്യണം. ബാലൻസ് ഈ പീസ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് വരച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ഒരു സ്കെയിൽ കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് എളുപ്പമായിട്ട് കിട്ടും ടേപ്പിനേക്കാളും. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള വണ്ണം. ഇനി നമുക്ക് ഇറക്കം 9 ഇഞ്ചാണ് വേണ്ടത്. 9 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 9 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഇവിടെ നിന്നും ഇതുപോലെ തന്നെ 9 ഇഞ്ച് എടുക്കണം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം കഴുത്തൊക്കെ വരയ്ക്കാം. അപ്പം ഈ പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ തെന്നി പോകാതിരിക്കണം. തെന്നി പോകുന്ന തുണികളാണെങ്കിൽ ഒരു മുട്ടുസൂചി എന്തെങ്കിലും കുത്തി വെച്ചിട്ട് വേണം ഇതുപോലെ വെട്ടിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇത് സൈഡായിട്ട് വരും. എപ്പോഴും ഇങ്ങനെയാണ്, ഇങ്ങനെ ഇട്ടിട്ട് വേണം ഇവിടെ നിന്ന് ഷോൾഡർ ആദ്യം അടയാളപ്പെടുത്തണം. പിന്നീട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴുത്ത് വരച്ചെടുക്കണം, ആം ഹോൾ വരച്ചെടുക്കണം. ഇനി നമുക്ക് ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറാണ്. അപ്പോൾ ഈ കുട്ടിയുടെ ഷോൾഡർ 9 ഇഞ്ചാണ്. അപ്പോൾ 9-ൻ്റെ നേരെ പകുതി എടുക്കണം. ഇനി നമുക്ക് കഴുത്തിൻ്റെ വീതി കൊടുക്കാം. കഴുത്തിൻ്റെ വീതി ചെറിയ കുട്ടികൾക്ക് 2-2.5 എടുക്കാം. നമുക്കിപ്പോൾ 2.5 ഇഞ്ച് കൊടുക്കാം. ഈ 2.5 ഇഞ്ചിന് പിന്നെ നമുക്ക് അതിനുശേഷം വേണ്ടത് ഇറക്കമാണ്. അപ്പോൾ ആദ്യം ഷോൾഡർ എടുത്തു, പിന്നെ കഴുത്തിൻ്റെ വീതി എടുത്തു, ഇനി കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കാം. ഫ്രണ്ട് കഴുത്ത് 3 ഇഞ്ചും ബാക്ക് 2.5 കൊടുക്കാം. അതല്ലെങ്കിൽ രണ്ടും ഒരുപോലെ തന്നെ കൊടുക്കാം. 2-2.5 വീതം കൊടുക്കാം. 2-3 വീതം കൊടുക്കേണ്ട ആവശ്യമില്ല. അത് കുട്ടികളുടെ വണ്ണമുള്ള കുട്ടികളാണെങ്കിലാണ് കഴുത്ത് അധികം ഇറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് 2.5 കൊടുത്തിട്ട് നമുക്ക് ഇതിപ്പോൾ 2.5 കൊടുക്കാം. 2.5 കൊടുത്തിട്ട് നമുക്ക് ബാക്കിൽ കട്ട് ചെയ്തിട്ട് അവിടെ കൊളുത്ത് വയ്ക്കുന്ന പിടിപ്പിച്ചു തരാം. കൊളുത്ത ബട്ടൺസ് നമുക്ക് ഇഷ്ടമുള്ള പിടിപ്പിക്കാം. അപ്പോൾ ഇത് 2.5 കൊടുത്തു, ഇവിടെ 2.5 കൊടുത്തു. എന്നിട്ട് അതൊരു ബോക്സ് ആക്കണം. ഇതുപോലെ ഇതൊരു ബോക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ നമ്മൾ കഴുത്ത് ബാക്കും ഫ്രണ്ടും ഒരേപോലെയാണ് കട്ട് ചെയ്യണത്. ഇനി ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് വളയ്ക്കണം. അതിപ്പോൾ 1/2 ഇഞ്ച്, ഇതുപോലെ ഒരു 1/2 ഇഞ്ച് എടുത്താൽ മതിയാകും. ഇതാണ് 1/2 ഇഞ്ച്. ഈ 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി വേണ്ടത് ആം ഹോളാണ്. അപ്പോൾ ഈ ഷോൾഡർ എത്രയാണോ അത് തന്നെ നമുക്ക് ആം ഹോളായിട്ടും എടുക്കാം. അതായത് ഷോൾഡർ വേണമെങ്കിൽ നമുക്ക് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂട്ടുകയും ചെയ്യാം. സ്ലീവ്ലെസ് ആകുമ്പോൾ നമുക്ക് 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നമുക്ക് കൂട്ടിയെടുക്കാം. പക്ഷെ അതിൽ കുറഞ്ഞു പോകരുത്. അതായത് ഈ ഷോൾഡറിനേക്കാളും കുറഞ്ഞു പോകരുത് ആം ഹോള്. ഷോൾഡറിൻ്റെ അത്രയും തന്നെയോ അതല്ലെങ്കിൽ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ നമുക്ക് കൂട്ടിയെടുക്കാം. പക്ഷേ സ്ലീവ് വയ്ക്കുന്നതാണെങ്കിൽ നമ്മൾ 1 ഇഞ്ചൊന്നും കൂട്ടാൻ നിൽക്കരുത്. ഈ അളവ് തന്നെ കൊടുത്താൽ മതിയാകും. ഇപ്പോൾ നമ്മൾ സ്ലീവ് വയ്ക്കുന്നില്ല, അപ്പോൾ നമുക്ക് 4.5-ക്ക് പകരം 5 ഇഞ്ച് കൊടുക്കാം. ഷോൾഡർ 4.5-ആണ്, ഇതിപ്പോൾ 5 ഇഞ്ച് ഇറക്കാം. 5 ഇഞ്ച് ഇറക്കം കൊടുത്തു. ഈ ഭാഗത്താണ് നമ്മൾ ചെസ്റ്റ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ചെസ്റ്റ് വണ്ണം എടുത്തിരിക്കുന്നത് 7.5-ആണ്. ഈ 7.5 ഇവിടെ കൊടുക്കാം. 7.5. ഇതിങ്ങനെ ഒരു ബോക്സ് ആക്കണം. ഈ ബോക്സ് ആക്കിയതിന് ശേഷം
ഇവിടെ നിന്നും ഇതുപോലെ ഒരു അര ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് അര ഇഞ്ചാക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചെടുക്കാം. ഇനി ഈ ചെസ്റ്റ് വണ്ണം 7.5 എടുത്ത് ഇതിനേക്കാളും താഴെ അര ഇഞ്ച് കുറച്ചാൽ മതിയാക്കും. നമ്മുടെ വലിയവരുടെ പോലെ ഇവർക്ക് കുട്ടികൾക്ക് വേസ്റ്റ് അളവ് കൂടുതൽ കുറവുണ്ടാവില്ല. വലിയവർക്കാണെങ്കിൽ 4-5 ഇഞ്ചൊക്കെ വ്യത്യാസം വരും. ഒരു 30-32 ഇഞ്ച് വണ്ണമുള്ള ആൾക്കാണെങ്കിൽ വേസ്റ്റ് വരുമ്പോഴേക്കും 4-5 ഇഞ്ച് കുറവായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് അതല്ല, കുട്ടികൾക്ക് വലിയ വ്യത്യാസമില്ല. അതുകൊണ്ട് നമ്മളിവിടെ എത്രയാണ് എടുക്കുന്നത്, ഇവിടെ 7.5 ആണോ 8 ആണോ 9 ആണോ എടുക്കണത്, അതിന് അര ഇഞ്ച് മാത്രം താഴെ കൊടുത്തേച്ചാൽ മതിയാകും. അര ഇഞ്ച് ഇങ്ങോട്ട് കുറച്ചെടുക്കാം. ഇതുപോലെ അര ഇഞ്ച് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വെട്ടാം. എത്രയാണെങ്കിലും ഇപ്പോൾ 6, 7, 8 എത്ര എടുത്താലും ഇതുപോലെ അര ഇഞ്ച് കുറച്ച് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ഈ സൈഡ് വെട്ടുമ്പോൾ ഇപ്പം ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് കയറ്റി വെട്ടണം. ഉടുപ്പ് തയ്ക്കുമ്പോൾ ഇതുപോലെ ഒന്ന് വളച്ച് വെട്ടണം. ഇതുപോലെ ഒന്ന് വളച്ച് വെട്ടിയിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ളത് വെട്ടിയെടുക്കാം. ഇങ്ങനെ വെട്ടുന്നത് സൈഡ് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ ആ ഫ്രില്ലിൻ്റെയൊക്കെ കനം വരുമ്പോഴേക്കും സൈഡ് ചെറുതായിട്ട് തൂങ്ങി കിടക്കാം. ഇത് ഒപ്പം കിടക്കാൻ വേണ്ടിയിട്ടാണ്. താഴേക്കുള്ള ഭാഗമെല്ലാം ഒപ്പം ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൈഡ് ഇങ്ങനെ ചരിച്ച് കട്ട് ചെയ്യണത്. ഇത് തെന്നിപ്പോണ തുണിയാകുമ്പോൾ ഒന്ന് ഒരു മുട്ടുസൂചി കൂടെ കുത്തി വയ്ക്കണം, എന്നിട്ട് ഇടുക. അല്ലെങ്കിൽ മാറിപ്പോകും അത്. ഇനി ഇത് ഒന്ന് ഫ്രണ്ട് പീസും ഒന്ന് ബാക്ക് വേണം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് ഒരു പീസ് എടുത്തിട്ട് ബാക്കിൽ ബട്ടൺ വയ്ക്കാനായിട്ട് കുറച്ച് കട്ട് ചെയ്യാം. അപ്പോൾ അതൊരു 2-3 ഇഞ്ചായിരിക്കും. ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ നേരെ മടക്കിൻ്റെ ആ നേരെ വെച്ചിട്ട് നടുഭാഗത്ത് വെച്ചിട്ട് ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇവിടം വരെ വരും. ഇനി നമുക്ക് ബാക്കിൽ വിട്ടിട്ടിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത ഭാഗത്ത് വെക്കാനായിട്ട് ഒരു പീസ് വേണം. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടെ നീളത്തിൽ ഒരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ 3-4 ഇഞ്ച് വീതി, ഇതിപ്പോൾ ഒരു 3 ഇഞ്ച് വീതി എടുത്തിട്ടുണ്ട്. 3 ഇഞ്ച് വീതിയിലെടുത്തിട്ട് ഈ ഇറക്കത്തേക്കാളും കുറച്ചുകൂടെ കൂടുതൽ എടുക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ് മടക്കി അടിക്കണം. ഇതുപോലെ സൈഡ് മടക്കി അടിക്കണം, നൂല് വിട്ട് പോരാതെ. എന്നിട്ട് ഈ നല്ല വശം, ഇത് ഉടുപ്പിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ വെക്കണം. നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് ഇത് തയ്ച്ച് ഉള്ളിലേക്ക് മടക്കി വെക്കണം. ഇതുപോലെ വെക്കണം. ഇതുപോലെ ഇപ്പോൾ ഈ ജോയിൻ്റ് തമ്മിൽ ഈ കട്ട് ചെയ്തേക്കുന്ന അറ്റം തമ്മിൽ ഒരുപോലെ ഇരിക്കണം. അപ്പോൾ നമുക്കിവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ. എന്നിട്ട് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ട് നല്ല വശത്ത് വെച്ചിട്ട് ഇതുപോലെ ഈ സൈഡ് വഴി അടിച്ചെടുക്കാം. ഇത് മുകളിൽ നിന്ന് അടിച്ച് നമ്മൾ താഴെ ഈ പോയിൻ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ അതുപോലെ തന്നെ വീതി കുറച്ച് കൊണ്ടുവരണം. ഇതുപോലെ ചേർന്ന് വീതി കുറച്ച് കൊണ്ടുവരണം. പക്ഷേ വിട്ടു പോകരുത്. അതുകൊണ്ട് ഇവിടെ തയ്യൽ വേണം, പക്ഷേ അധികം ഇതുപോലെ അകന്ന് നിൽക്കരുത്, ചേർത്ത് വരണം. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ പോയിൻ്റായിട്ടുള്ള ഭാഗത്ത് വരുമ്പോൾ ഇതുപോലെ സൂചി കുത്തി നിർത്തണം. എന്നിട്ട് പ്രഷർ ഫുട്ട് പൊക്കരുത്. സൂചി കുത്തി നിർത്തിയതിന് ശേഷം ഈ പ്രഷർ ഫുട്ട് പൊക്കിയിട്ട് തുണി ഇങ്ങനെ തിരിച്ച് വയ്ക്കണം. തിരിച്ച് വെച്ചിട്ട് വീണ്ടും അതുപോലെ സൈഡ് ചേർത്ത് അടിച്ചു വരണം. മുകളിലേക്ക് വരുന്തോറും കുറച്ചുകൂടെ വീതി കൂട്ടിയെടുക്കാം. നമ്മൾ ചേർന്ന് വരുന്ന ഈ അറ്റം വരുമ്പോൾ അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം, സൈഡൊന്ന് കട്ട് ചെയ്യണം. പക്ഷേ തയ്യലിലേക്ക് കൊള്ളുകയും ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് തിരിച്ച് ഇതുപോലെ ഉൾഭാഗത്തേക്ക് മടക്കി വയ്ക്കണം. ഇങ്ങനെ മടക്കി വയ്ക്കണം. ഇതുപോലെ മടക്കി വയ്ക്കണം.
ഇത് ചില മെറ്റീരിയൽ അനുസരിച്ചാണ്. കോട്ടൺ തുണിയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ ആദ്യം കോട്ടൺ തുണി എടുക്കണം. കോട്ടൺ അപ്പോൾ നമുക്ക് നീറ്റായിട്ട് മടക്കാൻ പറ്റും. അല്ലാത്ത പീസാണെങ്കിൽ ഇത്ര നീറ്റായിട്ട് മടക്കി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് അയൺ ചെയ്താലും ഇത്ര വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് ഒന്നുകൂടെ അടിച്ചു കൊടുക്കും. അപ്പോൾ അത് വിട്ടു പോരില്ല. ഇവിടെ അടിച്ചു കൊടുക്കും. ഇതുപോലെ ചേർന്നടിച്ചു കൊടുക്കണം. ഇതുപോലെ അറ്റം വരുമ്പോൾ കുത്തി നിർത്തിയിട്ട് വീണ്ടും തിരിച്ചു വെച്ചിട്ട് അടിക്കണം. ഇനി നമുക്ക് ഈ കൂടുതലുള്ളത് വെട്ടിക്കളയാം. അതിനോട് ചേർന്ന് തന്നെ കഴുത്തിനോട് ചേർന്ന് തന്നെ വെട്ടിക്കളയും. ഇതുപോലെ ഇനി അടുത്ത പീസ് എടുത്ത് വെച്ചിട്ട് ഇതാണ് ഫ്രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇത് നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ കൂട്ടിയടിക്കണം. ഇതുപോലെ ഷോൾഡർ കൂട്ടിയടിക്കുമ്പോൾ രണ്ടും ഒരേ വലിപ്പത്തിലായിരിക്കണം അടിക്കണം. ഒരേ വീതിയിലായിരിക്കും അടിക്കേണ്ടത്. ഒരിടത്ത് വീതി കുറഞ്ഞ് ഒരിടത്ത് വീതി കൂടുതൽ ഇരിക്കരുത്. ഇതേപോലെ ആയിരിക്കണം അടിച്ചെടുക്കേണ്ടത്. ഇനി അതിനുശേഷം നമുക്ക് ക്രോസ് പീസ് പിടിപ്പിക്കാം. കഴുത്തിൽ ക്രോസ് പീസ് പിടിപ്പിച്ച് കൊടുക്കാം. കഴുത്തിലും കയ്യിലും ക്രോസ് പീസ് പിടിപ്പിക്കണം. അപ്പോൾ ആദ്യം കഴുത്തിൽ പിടിപ്പിക്കാം. ക്രോസ് പീസ് ഇത് 1.25 ഇഞ്ച് വീതിയുള്ളതാണ്. 1.25 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ക്രോസ് പീസാണ്. 1.25 ഇഞ്ച് വീതിയിൽ. അപ്പോൾ ക്രോസ് പീസ് വെട്ടേണ്ടത് ഇതുപോലെയാണ്. ഇതിൻ്റെ വീഡിയോ മുമ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടും അറിയില്ലാത്തവർക്ക് അത് കണ്ടു നോക്ക്. അപ്പോൾ ക്രോസ് പീസ് വെട്ടാനായിട്ട് ഇതുപോലെ തുണിയുടെ ഒരറ്റം കോണായിട്ട് ഇതുപോലെ മടക്കിയിടണം. ഇങ്ങനെ മടക്കിയിട്ടിട്ട് ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നുകൂടെ മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നേരെ വരച്ചിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ നേരെ വരച്ചിട്ട് നമുക്ക് 1.25 ഇഞ്ചോ 1 ഇഞ്ചോ വീതിയിൽ ഇതുപോലെ നേരെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് വെട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ ക്രോസ് പീസായിട്ട് കിട്ടും. അല്ലാതെ നേരെ കട്ട് ചെയ്യരുത്. തുണിയുടെ നേരെ കട്ട് ചെയ്യരുത്. തുണി ഇതുപോലെ കോണായിട്ട് ഇട്ടിട്ട് വേണം ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടും അറിയില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് ക്രോസ് പീസ് ആദ്യം കഴുത്തിൽ പിടിപ്പിക്കാം. ക്രോസ് പീസ് ഇതുപോലെ കൂട്ടി അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലേക്കാവണം. ഇതുപോലെ വരുന്ന രീതിയിൽ വേണം വയ്ക്കാനായിട്ട്. അപ്പോൾ അത് ഉൾഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, മനസ്സിലാകും. ഈ അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ക്രോസ് പീസ് വയ്ക്കാനായിട്ട് ഇത് നമ്മൾ അടിച്ച ഭാഗമാണ്, നല്ല വശമാണത്. ഈ നല്ല ഭാഗത്ത് ഈ പീസ് വെച്ചിട്ട് ഇതിൻ്റെ ഒരറ്റം ഉള്ളിലേക്ക് മടക്കി വയ്ക്കണം. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വയ്ക്കണം. എന്നിട്ട് ഇവിടെ മുതൽ അടിച്ചു തുടങ്ങാം. ഷോൾഡർ ജോയിൻറ്റ് ഇതുപോലെ വരും. ഇതുപോലെ ഷോൾഡർ ജോയിൻറ്റ് വരുമ്പോഴേക്കും ഈ ഭാഗം അത് ബാക്കിലേക്ക് വയ്ക്കണം. ഫ്രണ്ടിലേക്കല്ല, ഇത് ബാക്കിലേക്ക്. ഇതുപോലെ ജോയിൻറ്റ് വരുന്ന ഭാഗം ഇതുപോലെ അത് പുറകു വശത്തേക്ക്, ഉടുപ്പിൻ്റെ പുറകു വശത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം അടിക്കാനായിട്ട്. ഇതുപോലെ ക്രോസ് പീസ് ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് നമ്മൾ കഴുത്തിൻ്റെ ചുറ്റും അടിച്ചെടുക്കണം. അറ്റത്തെത്തുമ്പോൾ ഇതുപോലെ നമുക്ക് ഇത്രയാണ് വേണ്ടത്. അപ്പോൾ അതിനേക്കാളും കുറച്ച് നീക്കി കട്ട് ചെയ്ത് കളയണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് ആദ്യം നമ്മളവിടെ മടക്കി വെച്ചതുപോലെ തന്നെ ഇത് ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഭാഗം ഇതിങ്ങനെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. ചേർന്നിരിക്കണം. അതുപോലെ ഉള്ളിലേക്ക് ചേർന്ന് ഇങ്ങനെ ഇരിക്കണം. കെട്ടിടേണ്ട ആവശ്യമില്ല. ഇവിടെ ഇതുപോലെ അടിച്ച് നിർത്താം.
ഇതുപോലെ മടക്കി വെച്ചിട്ട് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഭാഗം ഇതുപോലെ ഇങ്ങനെ നിവർത്തണം. നിവർത്തിയിട്ട് ഇതുപോലെ നിവർത്തിയിട്ട് ഇങ്ങനെ മടക്കി എടുത്തിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഈ ഭാഗം ഇങ്ങനെ ഒന്നുകൂടെ മടക്കിയിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം. ഇതേപോലെ അടിച്ചെടുക്കണം. എന്നിട്ട് ഈ അരികത്തൂടെ വേണം അടിക്കാനായിട്ട്. ഇങ്ങോട്ട് കയറി പോകരുത്. കയറി പോയിട്ടുണ്ടെങ്കിൽ വളഞ്ഞു പോകും. ഇതുപോലെ വെച്ചിട്ട് അടിച്ചെടുക്കാം. ചുളുക്ക് വരാതെ പതുക്കെ അടിച്ചെടുക്കണം. കഴുത്താണ്, അപ്പോൾ അധികം ചുളുക്ക് വരാതെ നീറ്റായിട്ട് അടിച്ചെടുക്കുന്നത് പോലെ. ഇതൊന്ന് അയൺ ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് അടിക്കാം. പക്ഷേ ഇപ്പോൾ അത് അയൺ ചെയ്യാൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരുന്നതാണ്. അപ്പോൾ ഇതുപോലെ മടക്കി വൃത്തിയായിട്ട് അടിച്ചെടുക്കുക. ഇപ്പോൾ നെക്ക് അടിച്ചതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഈ കൈക്കുഴിയും അടിച്ചെടുക്കണം. സൈഡ് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ 1.25 ഇഞ്ചിൻ്റെ ക്രോസ് പീസ് എടുത്തിട്ട് കഴുത്തടിച്ചതുപോലെ തന്നെ ഇതേപോലെ അറ്റത്ത് വെച്ചിട്ട് ഇത് കുറച്ച് വെട്ടിക്കളയാം. കഴുത്തിൻ്റെ സൈഡ് മടക്കുക. കഴുത്തടിച്ചപ്പോൾ നമ്മൾ സൈഡിൽ ഇങ്ങനെ മടക്കിയ പോലെ ഇതിവിടെ മടക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇതുപോലെ തന്നെ നേരെ വെച്ചിട്ട് അടിച്ചു തുടങ്ങാം. അതിനുശേഷം നമുക്കിവിടെ വെച്ച് അറ്റത്ത് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇവിടെ നിന്ന് അടിച്ച് നമ്മളിവിടം വരെ കൊണ്ടുവന്ന് നിർത്തി. ഇനി അത് ഇങ്ങനെ തന്നെ തിരിച്ചെടുത്തിട്ട് ഇവിടെ മുതൽ അടിച്ചു തുടങ്ങാം. അപ്പോൾ ഇതുപോലെ മടക്കണം. ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കണം. അപ്പോൾ ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഈ സൈഡിലൂടെ അടിച്ചു പോരണം. ചേർത്തടിക്കരുത്, ഈ സൈഡിലൂടെ അടിച്ചു പോരണം. ഇനി അടുത്ത സൈഡും അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ബോഡി പാർട്ട് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് താഴേക്കുള്ള സ്കേർട്ടിൻ്റെ ഭാഗം കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ലൈനിങ് പിടിപ്പിക്കാം. ഞാനിപ്പോൾ ഇതാണ് സ്കേർട്ടായിട്ട് എടുക്കുന്ന തുണി. അപ്പോൾ ഇതിനിപ്പോൾ ലൈനിങ് വേണം. ഇത് ഇത്രയും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ലൈനിങ് വേണം. അപ്പോൾ ലൈനിങ് ഈ തുണി തന്നെയാണ് പിടിപ്പിക്കുന്നത്. നമുക്ക് ആദ്യം ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. ഇതാദ്യം ഒന്ന് രണ്ടായി മടക്കാം. എന്നാൽ ബോഡി പാർട്ട് ഇതുപോലെ ഒന്ന് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അല്ലെങ്കിൽ രണ്ട് ഭാഗം മൊത്തത്തിൽ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കണം. ഇപ്പം ഇതുപോലെ 2 പീസാക്കി മടക്കിയിട്ട്, അതായത് ഇത് ബാക്ക് വശമാണ്, ഇത് ബാക്ക് വശം ഫ്രണ്ട് വശം ഏതെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിടും. മടക്കിയിട്ടിട്ട് നമുക്ക് ഇറക്കം എത്രയാണ് വേണ്ടത്, താഴേക്ക് ഇറക്കം എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ മെഷീൻ്റെ സൈഡിലിട്ട് കട്ട് ചെയ്യരുത്. മേശയിൽ പുറത്ത് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം ഉള്ളെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതുപോലെ എടുക്കാം. അപ്പോൾ സ്കേർട്ടിൻ്റെ ഇറക്കം ഇതാണ്. സ്കേർട്ടിൻ്റെ ഇറക്കം എപ്പോഴും സ്കേർട്ടിൻ്റെ ഇറക്കത്തേക്കാളും 2 ഇഞ്ച് 1.5-2 ഇഞ്ച് കുറവായിരിക്കണം ഈ ലൈനിങ് ഉള്ളിലെ ഭാഗം എടുക്കണം. ലൈനിങ് എടുക്കണത് അതായത് മുകളിലെ ഇതിനേക്കാളും കുറച്ച് കുറവായിരിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ ഫ്രോക്കിൻ്റെ പുറത്തേക്ക് കാണാൻ പറ്റും ലൈനിങ്. അപ്പോൾ അതുകൊണ്ട് ഒരു 1.5-2 ഇഞ്ച് കുറവായിരിക്കണം ഉള്ളിലെ പീസ് എടുക്കേണ്ടത്. ഇതിപ്പോൾ സ്കേർട്ടിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറക്കം ഇതാണ്. അപ്പോൾ ഇതിനേക്കാളും കുറവ് നമുക്കെടുക്കാം. പക്ഷേ ഇതിലിപ്പോൾ ഞാൻ താഴെ വേറൊരു പീസും കൂടെ പിടിപ്പിക്കുന്നുണ്ട്. താഴെ ഈ ഇതിൻ്റെ അടിയിൽ ചെറിയൊരു പീസ് പിടിപ്പിക്കുന്നുണ്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ഈ മെയിൻ പാർട്ടിൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും തന്നെ നമുക്ക് ലൈനിങ് പീസ് എടുക്കാം. ഈ ലൈനിങ് പീസ് തന്നെ എടുക്കാം, കാരണം ഇതിനടിയിലേക്ക് വേറെ പിടിപ്പിക്കുന്നതുണ്ട്. ഇത് 4 പീസുണ്ട്, 4ആക്കിയാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഇനി ഇതിനേക്കാളും മുകളിൽ നമുക്ക് ഇത്രയാണ് വേണ്ടത്, ഇത്രയാണ് മുകളിൽ വേണ്ടത്. ഈ വണ്ണത്തേക്കാളും ഒരു 4-5 കൂടുതൽ വേണം താഴെ ഭാഗത്ത് വരാനായിട്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചരിച്ച് വെട്ടി കൊടുക്കാം. ഇതിങ്ങോട്ടൊന്ന് ചരിച്ച് വരയ്ക്കാം. ഇതിനേക്കാളും ഇതിപ്പോൾ 7.5 ഉണ്ട്, ഇതൊരു 12 ഇഞ്ചുണ്ട്. മുകളിലെ പാർട്ടിനേക്കാളും മുകളിലെ വണ്ണത്തേക്കാളും അരവണ്ണത്തേക്കാളും 4-5 കൂടുതൽ വേണം താഴേക്ക് എടുക്കാനായിട്ട്. ഇതിന് ശേഷം ഇതൊന്ന് ചരിച്ച് കട്ട് ചെയ്യാം.
ഈ ഭാഗത്തും ഇതുപോലെ തന്നെ ഒന്ന് കയറ്റി വയ്ക്കണം. ഇവിടുന്ന് ഈ അടിഭാഗത്തുനിന്ന് ഒരു ഇഞ്ച് 1.5 ഇഞ്ച്, അത് എത്രയും കുഴപ്പമില്ല, 1 ഇഞ്ചെങ്കിലും കയറ്റി വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. ഇത് പോളിസ്റ്റർ പീസാണ്, അതുകൊണ്ട് തെന്നിപ്പോവും. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ തയ്യൽ പഠിക്കുമ്പോൾ എപ്പോഴും കോട്ടൺ തുണി പഠിക്കുകയാണ് നല്ലത്. ഇതുപോലെ ഒന്ന് തെന്നിപ്പോതിരിക്കാൻ സൂചി കുത്തി കൊടുക്കാം. ഇതുപോലെ കട്ട് ചെയ്ത് 2 പീസാക്കാം. ഇതാണ് നമ്മൾ സ്കേർട്ട് തയ്ക്കാൻ ഉപയോഗിക്കുന്ന പീസ്. അപ്പോൾ ഇതിൻ്റെ ലൈനിങ് പീസിൻ്റെ അരവണ്ണത്തിലേക്ക്, ലൈനിങ് പീസിൻ്റെ അരവണ്ണം ഇതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അരവണ്ണത്തിലേക്ക്, ഈ വണ്ണത്തിലേക്ക് നമുക്ക് ഈ പീസ് ചെറിയ ചെറിയ ചുരുക്കിട്ട് പിടിപ്പിക്കാം. ചുരുക്കിട്ട് ഇതുപോലെ പിടിപ്പിച്ചെടുക്കാം, ചെറിയ ചെറിയ ചുരുക്കുകളായിട്ട്. അപ്പോൾ ചുരുക്കിടാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു സൂചി ഇതുപോലെ നൂല് കോർത്തിട്ട് ഈ മുകളിൽ നിന്ന് 1 ഇഞ്ച് താഴ്ത്തി ഒരു വര വരച്ച് നേരെ ഒരു സ്കെയിലും കൊണ്ട് വര വരച്ച് കൊടുക്കുക. നേരെ തയ്ക്കാൻ അറിയാത്തവർക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അറ്റം കെട്ടിടുകയൊന്നും വേണ്ട, നൂലെടുത്തിട്ട് ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്നും 1 ഇഞ്ച് വിടണം. കാരണം ഇത് നമുക്ക് സൈഡ് അടിച്ച് പോകാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നിന്ന് 1 ഇഞ്ച് വിട്ട് മുകളിൽ നിന്ന് 1 ഇഞ്ച് താഴ്ത്തിയിട്ട് സൂചി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി പോവാം. അടുത്തടുത്ത് കുത്തി, അത് കുറേ ദൂരെയായിട്ട് വലിക്കരുത്, എടുക്കരുത്. സ്റ്റിച്ച് അടുത്തടുത്തായിരിക്കണം. അപ്പോൾ ഈ അറ്റത്ത് ഇച്ചിരി നൂല് ഇതുപോലെ കിടക്കണം, കുറച്ച് നൂല് അറ്റത്ത് ഇതുപോലെ കിടക്കണം. എന്നിട്ട് ഇതുപോലെ ഇതിങ്ങനെ കുറേ നീട്ടി പോകരുത്. അപ്പോൾ പ്ലേറ്റ്സിന് വ്യത്യാസം വരും, ചുരുക്കിന് വ്യത്യാസം വരും. ഇങ്ങനെ തുന്നണതിന് പകരം നമുക്കിത് ഈ കാണി കൂട്ടിയിട്ട്, അതിൻ്റെ തയ്യലിൻ്റെ കാണി കൂട്ടിയിട്ടിട്ട് സ്റ്റിച്ചിൻ്റെ അകലം കൂട്ടിയിട്ട് മെഷീനിലടിച്ചിട്ടും ഇതുപോലെ ചെയ്യാം. പക്ഷേ മെറ്റീരിയൽ ഇതായതുകൊണ്ടും പിന്നെ കുട്ടികളുടെ ആകുമ്പോൾ ചെറിയ പീസായതുകൊണ്ടും ഇങ്ങനെ തുന്നുന്നതായിരിക്കും ഭംഗി. മെഷീനിലടിക്കുമ്പോൾ ചിലപ്പോൾ ഈ പീസാകുമ്പോൾ വലിഞ്ഞു പോകാറുണ്ട്. അത്ര അറിയില്ലാത്തവരാണെങ്കിൽ, തുടക്കക്കാർക്കൊക്കെയാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അത്ര എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. അല്ലാത്തവർക്ക് ഇതുപോലെ തന്നെ തുന്നിയെടുക്കുമായിരിക്കും കൂടുതൽ ഭംഗി, കെട്ട് വീഴാതെ കിട്ടും. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിർത്തണം. ഇത് നമുക്ക് സൈഡ് അടിച്ച് പോകാനുള്ളതാണ്. അപ്പോൾ എന്നിട്ട് ഇതുപോലെ കുറച്ച് നൂല് ഇതുപോലെ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു നൂലിൻ്റെ അറ്റത്ത് പിടിച്ചിട്ട് പതുക്കെ ഇതുപോലെ വലിച്ചു കൊടുക്കണം. ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരണം. ഇപ്പോൾ ഇതിന് ചുരുക്കിടാൻ എടുത്തേക്കുന്ന തുണി നമ്മുടെ അരവണ്ണത്തിൻ്റെ ഇരട്ടിയാണ്. ഇരട്ടിയേക്കാളും വേണമെങ്കിൽ 10-15 സെൻറ്റിമീറ്റർ ഇഞ്ച് കൂടുതലെടുക്കാം, കുറച്ചുകൂടെ കൂടുതലെടുക്കാം. പക്ഷേ കണക്ക് ഇപ്പോൾ ഇരട്ടി എടുത്താലും ഭംഗിയാണ്. നമ്മുടെ അരവണ്ണത്തിൻ്റെ ഇരട്ടിയായിട്ട് തുണി എടുത്താലും ഇതുപോലെ ചെറിയ ചുരുക്കിട്ട ഭംഗിയാണ്. പിന്നെ തുണിയുടെ കനവും ഒക്കെ അനുസരിച്ചാണ്. അതായത് കുറച്ച് കട്ടിയുള്ള തുണിയാണെങ്കിൽ അധികം ഞൊറിവിടില്ല. അതേസമയം കനം കുറയും. ഇപ്പോൾ ഒരു നെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മതിയാവില്ല. കുറച്ചുകൂടെ നെറ്റാണെങ്കിൽ നമ്മൾ ചുരുക്കിടുന്നതോറും കൂടുതൽ ഒട്ടിപ്പോകുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ എടുക്കേണ്ടി വരും. ഇങ്ങനെ ചുരുക്കിട്ട് നമ്മുടെ ഈ വണ്ണത്തിലാക്കി എടുക്കണം. ഈ വണ്ണത്തിൽ ഈ ചുരുക്കെല്ലാം എടുത്ത് ഒരുപോലെ ആക്കി എടുക്കണം. ചുരുക്കെല്ലാം എടുത്ത് ഒരുപോലെ ആക്കിയതിന് ശേഷം ഈ ലൈനിങ് തുണിയിലേക്ക് വെച്ച് അടിച്ചെടുക്കാം. ചുരുക്കിട്ട പാകത്തിനാക്കിയിട്ട് ഇടയ്ക്കിടന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ അരികത്ത് ഒരേപോലെ ആക്കിയതിന് ശേഷം ഈ അരിക ആദ്യം ഒന്ന് വിട്ടുപോകാതിരിക്കാൻ അടിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. സാധാരണ നമ്മൾ വലിച്ചു വരുമ്പോൾ ഇവിടെ കുറച്ച് ഞൊറിവ് കിട്ടാതെ വരും. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വലിച്ചിട്ട് കറക്റ്റ് ആക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ചേർത്ത് വെച്ചടിക്കാം, ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചടിക്കാം.
ഇപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ ലൈനിങ്ങിലൂടെ ചേർത്ത് പിടിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമുക്കത് ബോഡി പാർട്ടിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ബോഡി പാർട്ട് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ പിടിപ്പിക്കാം. മോൾ ഭാഗം നമ്മൾ അടിച്ചെടുത്തതിൻ്റെ നല്ല ഭാഗവും ഈ സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും തമ്മിൽ ചേർത്ത് വയ്ക്കണം. ഈ ചേർത്ത് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഇത് തിരിച്ചിടുമ്പോൾ ഇതുപോലെ വരും. നമുക്ക് അടിച്ചു തുടങ്ങാൻ. ഇതുപോലെ തയ്ച്ചതിന് ശേഷം നമ്മൾ ആ തുന്നി നൂല് നമുക്കിതുപോലെ ഊരിക്കളയാം. ആദ്യം ചുരുക്കിടാൻ വേണ്ടി തുന്നി നൂല് ഇതുപോലെ വലിച്ചു ഊരിക്കളയാം. അതിനുശേഷം ഈ ഭാഗം കൂടെ ഒന്ന് അടിക്കാം. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പും ഈ സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും ഭാഗവും കൂടെ ചേർന്നിരുന്നുള്ളൂ. ഇതുവഴി ഈ അരികത്തോടെ ഒന്ന് അടിച്ചു കൊടുക്കാം. മുകളിലേക്ക് കയറരുത്, ഈ അരികത്തോടെ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കിയിടിക്കാം. അപ്പോൾ ആദ്യം ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് അടിച്ചു കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ പീസിൻ്റെ ലൈനിങ് പീസിൻ്റെ അടിഭാഗം അടിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്ക് സൈഡ് കൂട്ടാം. ഇപ്പോൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം രണ്ടും മടക്കി അടിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് സൈഡ് കൂട്ടിയടിക്കാം. സൈഡ് കൂട്ടിയടിക്കാനായിട്ട് ഇതുപോലെ എടുത്തിട്ട് കൈക്കുട്ടിയുടെ ഈ ഭാഗം വെച്ച് ഇത് കറക്റ്റാണോ എന്ന് നോക്കണം. ഇതുപോലെ എന്നിട്ട് ഇത് അറ്റം വരെ കൂട്ടിയടിക്കേണ്ട, നമ്മൾ ഇവിടം വരെ ഒരുമിച്ച് അടിക്കുകയുള്ളൂ. അതിനുശേഷം ലൈനിങ്ങും ഈ ടോപ്പിൻ്റെ പീസും വേറെ വേറെയാണ് കൂട്ടിയടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടം വരെ അടിക്കാം. അതിനുശേഷം ഇവിടെ തയ്ക്കുമ്പോൾ കെട്ടിട്ടടിക്കണം, അല്ലേ വിട്ടുപോരും അത്. എന്നിട്ട് ഈ മോൾ ഭാഗത്തെ തയ്യൽ, അതായത് ടോപ്പ് പാട്ട്, മുകളിലെ ഭാഗം യോക്ക് ഭാഗം അല്ലെങ്കിൽ ടോപ്പ് പാട്ട് എന്ന് പറയും. അപ്പോൾ അവിടം വരെ സ്കേർട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പുള്ള ഭാഗം വരെ നമുക്ക് ചേർത്തടിക്കാം. ഇവിടം വരെ ചേർത്തടിച്ചിട്ട് കെട്ടിടാം. കെട്ടിട്ട് സൈഡിലേക്ക് ഇങ്ങനെ അടിച്ചു കൊണ്ടുവരണം. സൈഡിലേക്ക് അടിച്ചു കൊണ്ടുവരണം, ഇങ്ങനെ വരണം. ഒന്നുകൂടെ അടിക്കുക. അവിടെ കാണിച്ചു തരാം. ഈ ഭാഗത്ത് കെട്ടിട്ടതിന് ശേഷം അടിച്ചു കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇതുപോലെ സൈഡിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ സൈഡിലേക്ക് കൊണ്ടുവന്ന് നിർത്തണം. ഇവിടം വരെ അടിച്ച് നിർത്തിയതിന് ശേഷം ഇനി നമുക്ക് ഈ പീസ് സൈഡടിക്കാം. അതിനുശേഷം ഈ ലൈനിങ് തുണി ഇത് രണ്ടും കൂടെ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് അടിക്കാം. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോൾ ഇതിലേക്ക് കൊള്ളരുത്, തയ്യൽ ഇതിലേക്ക് കൊള്ളരുത്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് അടിച്ചു തുടങ്ങാം. അറ്റെത്തുമ്പോൾ കെട്ടിടണം. ഇതുപോലെ തന്നെ മറ്റേ സൈഡും അടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം അടിച്ചു കഴിഞ്ഞ് ബാക്കി തയ്യലെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിനടിയിൽ ഞാനൊരു പീസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നിവർത്തിയിടാം. നിവർത്തിയിടാം. ഇനി അതിന് ശേഷം ഈ ഒരു പീസ് ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്, സ്കേർട്ട് ഭാഗത്തിൻ്റെ അടിയിൽ. അപ്പോൾ നമുക്ക് അത് ഒരറ്റത്തുനിന്ന് ഇതുപോലെ അടിക്കാം.
ഇപ്പം ഇതുപോലെ നല്ല വശത്തുനിന്ന് അടിച്ചിട്ട് പിന്നെ അതൊന്ന് തിരിച്ച് ഒന്നുകൂടെ അടിക്കും. ഇതിന് പകരം ലേസ് വേണമെങ്കിൽ അടിയിൽ ലേസ് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ ലേസിന് പകരം ഇപ്പോൾ ഇതാണ് വയ്ക്കണത്. ഇതുപോലെ അടിച്ചതിന് ശേഷം ഈ തയ്യൽ തുമ്പ് ഇങ്ങനെ മടക്കി ഇവിടെ വെച്ചിട്ട് ഈ അരികത്തൂടെ അടിച്ചു കൊടുക്കണം. നമ്മുടെ ഉടുപ്പ് തയ്ച്ച് കഴിഞ്ഞ് അപ്പോൾ ഇതാണ് ഉടുപ്പ്. ഇതാണ് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള ഉടുപ്പ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്ക് ഇതിന് പകരം ഇതിപ്പോൾ ഇതുപോലെ പീസ് വെച്ച് അടിക്കുമ്പോൾ ചെറുതായിട്ട് ചുളുക്ക് വരും. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ലേസ് വെച്ചടിക്കുക. ഇതിപ്പോൾ നമ്മൾ രണ്ടാക്കി മടക്കി അടിച്ചേക്കണത് കൊണ്ട് അടിച്ചടിച്ച് വരുമ്പോൾ ചിലപ്പോൾ ചുളുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പകരം തയ്ച്ച് കൊടുക്കുന്ന സമയത്താകുമ്പോൾ നമുക്ക് ലേസ് കിട്ടുക. ലേസ് വാങ്ങിച്ച് അടിയിൽ പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഭംഗിയായിട്ടിരിക്കും. ഇതിൻ്റെ ബാക്കിൽ കൊളുത്താണ് പിടിപ്പിക്കുന്നത്. അപ്പോൾ കൊളുത്ത് പിടിപ്പിക്കുന്ന ബട്ടൺസിൻ്റെയൊക്കെ വീഡിയോ വേറൊരു വീഡിയോ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തയ്ച്ച് പഠിക്കണം. കഴിയുന്നതും കോട്ടൺ തുണിയിൽ തയ്ച്ച് പഠിക്കുക. ഇത് പോളിസ്റ്ററാണ്. പോളിസ്റ്ററിൻ്റെ തുണിയിൽ പോളിസ്റ്ററും ഓർഗൻസിയാണ്. പ്രിൻറ്റഡ് ഓർഗൻസി, മറ്റത് പോളിസ്റ്ററുമാണ്. അപ്പോൾ പോളിസ്റ്റർ നമുക്ക് കുറച്ച് കയ്യിൽ ഒതുങ്ങാൻ ബുദ്ധിമുട്ടാണ്. മടക്കി അടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആദ്യമൊക്കെ തയ്ക്കുന്നവർ കോട്ടൺ തുണിയിൽ തയ്ച്ച് പഠിക്കുക. ഇനി നമുക്ക് വേറൊരു ക്ലാസ്സിൽ കാണാം.